കുറച്ച് ചക്കക്കുരുവും അച്ചിങ്ങാപ്പയറും കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. ചക്കക്കുരുവിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അച്ചിങ്ങാപ്പയറിൽ ധാരാളം വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയും വേണ്ട ചോറ് കഴിക്കാനായിട്ട്. പിന്നെ കുറച്ച് തൈരോ അല്ലെങ്കിൽ മോര് കാച്ചിയതോ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ ഒരുപാട് കറികൾ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിൻ്റെ പകുതി ഈ കറിയും ബാക്കി ചോറും എടുത്ത് നമുക്ക് ഇതുപോലെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വട്ടത്തിലരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഞാനിതൊരു 10-20 ഉള്ളി ആണ് എടുത്തിരിക്കുന്നത് വട്ടത്തിലരിഞ്ഞത്. ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഉള്ളി മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി തന്നെ വേണം കേട്ടോ ഈ കറി ഉണ്ടാക്കാനായിട്ട്. ഉള്ളി ചേർത്താലാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇതുപോലെ നിറം മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ചക്കക്കുരുവിന് കുരുമുളക് പൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചക്കക്കുരു ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്തത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഇതുപോലെ നിറയെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞ ചുവ വരും. ലോ ഫ്ലെയിമിൽ അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. 2 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം മുളകൊക്കെ നല്ലതുപോലെ മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, ഇതേ ഉണ്ടായുള്ളൂ. പിന്നെ 2 പേർക്കാവുമ്പോൾ ഇത്രയൊക്കെ മതിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് കേട്ടോ. ചക്കക്കുരു ഇതുപോലെ മസാലയൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് വേകാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മൂടി വെക്കാം. മൂടി വെച്ചത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റുന്ന സമയം വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ ഗ്രേവി മാത്രം മതി അച്ചിങ്ങ വേകാനായിട്ട് കേട്ടോ. നമുക്ക് അച്ചിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഈ അച്ചിങ്ങാപ്പയർ വേകുന്നത് വരെ വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മസാലയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പിടിക്കും. വീണ്ടും മൂടി വെച്ച് അച്ചിങ്ങാപ്പയർ നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.